നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഇപ്പോൾ അറുതിയായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നു. അതോടുകൂടി മേഖലയിലെ പ്രതിസന്ധി ഒഴിയുകയാണ്. സംഘർഷങ്ങൾ അവസാനിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി ഒഴിയുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. ഈ സംഘർഷം ആരംഭിച്ച ഉടനെ തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയെയും ഇസ്രായേലെയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദതന്ത്രം ഇറാൻ പയറ്റിയത്. അതായത് ലോകത്തിലേക്കുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 1/5 നടക്കുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നിലയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്തുകൊണ്ട് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം അടയ്ക്കുകയാണ് ഇറാൻ ആദ്യം ചെയ്തത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPGയും എല്ലാം യഥാസമയത്ത് രാജ്യത്ത് എത്താത്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയ പ്രതിസന്ധിയെയാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പ്രതിസന്ധി ഒഴിയുന്നു എന്നുള്ളതാണ്, സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമാകുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത്. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതാണ്ട് 40ഓളം ഇന്ത്യൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 40 കപ്പലുകളിലും ഭൂരിഭാഗം കപ്പലുകളിലും ഉള്ളത് LPGയാണ്. ക്രൂഡ് ഓയിലിനെ കുറിച്ച് ഇന്ത്യക്ക് ആശങ്കകളില്ല. ക്രൂഡ് ഓയിൽ ഗൾഫിൽ നിന്നും വന്നില്ലെങ്കിലും റഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിൽ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷേ LPG അതിൻ്റെ ഏറ്റവും പ്രഥമമായ പ്രഭവസ്ഥാനം അത് ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലൂടെ കടന്നു വരുന്ന LPG ടാങ്കറുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. 40 കപ്പലുകളിൽ ഭൂരിഭാഗത്തിലും LPG ആണ് എന്ന വാർത്തയാണ് വരുന്നത്. തീർച്ചയായും LPG നീക്കം പ്രതിസന്ധിയിലായത് ആഭ്യന്തര വിപണിയിൽ LPGയുടെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെയും മറ്റും വില ആയിരക്കണക്കിന് രൂപയാണ് ഇന്ത്യയിൽ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിസന്ധി ഒഴിയുന്നതോടുകൂടി ഗ്യാസ് വില അല്ലെങ്കിൽ LPGയുടെ വില പഴയ നിലവാരത്തിലേക്ക് താഴാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഗ്യാസ് വില പഴയ നിലവാരത്തിലേക്ക് പോകും എന്നാണ് സൂചന. പുതിയ ലോഡുകൾ ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ക്രൂഡ് ഓയിൽ കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇറാനിയൻ അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെ 1-2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ആ മേഖലയിൽ ഉപരോധം തുടങ്ങിയതോടുകൂടി ആ സഞ്ചാരത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നാവികർ ജോലി ചെയ്തിരുന്ന കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ നിരന്തരം കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് വലിയൊരു നിരീക്ഷണ പ്രക്രിയയ്ക്ക് ശേഷമാണ്. അതായത് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കീഴിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമുണ്ട്. ഈ കൺട്രോൾ റൂമാണ് ഈ ഇന്ത്യൻ കപ്പലുകളെ മേഖലയിൽ നിന്നും മോചിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ ഇറാനിയൻ അധികൃതരുമായി സംസാരിച്ചു. മാത്രമല്ല ഇറാനിൽ നിന്നും പ്രത്യേക അനുമതി ഇതിനുവേണ്ടി വാങ്ങി. റഷ്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും കപ്പലുകൾ കടത്തിവിടും എന്ന് ഇറാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഇത് ഇന്ത്യയുടെ കപ്പലാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പരിശോധനകൾ IRGCയും മറ്റും നടത്തും. ആ പരിശോധന നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് വരാം എന്നതായിരുന്നു ഈ ഹോർമൂസിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന നിയമാവലി. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന് കപ്പലുകൾ എത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നും ഇറാൻ വൻതോതിൽ തുക പിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നതാണ്. എന്തായാലും ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. സമാധാന ചർച്ചകളിൽ ഒപ്പിട്ടാലും ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള അവകാശവാദം ഒഴിയില്ല എന്നായിരുന്നു ഈ ഇറാൻ്റെ ഒരു നിലപാട്. എന്നാൽ ഇപ്പോൾ ഇറാൻ നിലപാട് മാറ്റി എന്നാണ് സൂചന. അവിടെ കുടുങ്ങിക്കിടന്ന 40ഓളം ഇന്ത്യൻ കപ്പലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ശേഷമാണ്
ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചത്. വൻതോതിൽ മൈനുകൾ പാകിക്കൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരുന്നത്. എന്നാൽ അതിനുശേഷം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും അമേരിക്ക ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറമുഖങ്ങൾക്കെതിരെ ഉപരോധം സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ഉപരോധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ എന്ന് ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാൾ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അത് സുഗമമാവുകയാണ്. അങ്ങനെയുള്ള ഗതാഗതം സുഗമമാകുന്നത് വലിയ ആഘോഷമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്കുള്ള LPGയുമായി എത്തിത്തുടങ്ങിയപ്പോൾ.